അതെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, പറയട്ടെ. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പെടുത്തിയ ആള് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. സരോജിനി പറഞ്ഞ പോലെ നോക്ക് മോനെ, ഇത് നമുക്ക് പറ്റിയ ബന്ധമല്ല. നീ ചെന്ന് ചാടിയിരിക്കുന്നത് പൊട്ടക്കിണറ്റിലാണ്. ചെന്ന് വിട്ടാൽ പിന്നെ കരക്ക് കയറൽ നടന്നെന്ന് വരില്ല. ഞാൻ പണ്ട് നിങ്ങൾ രണ്ടാളോടും പറഞ്ഞതല്ലേ, ഈ വിനയചന്ദ്രൻ എന്ന് പറയുന്നവൻ സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ട് ജയിൽ കിടന്നപ്പോൾ തന്നെ ഈ ബന്ധം നമ്മൾ ഒഴിവാക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ഇന്നലെ രാത്രി മുതൽ ഈ വിനയചന്ദ്രനെ കാണാനില്ലെന്നാണ് അറിവ്. ഏയ്, ഒരിക്കലുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ല മോനെ, അല്ല. നീ നോക്ക്, ഈ അങ്കിളിന് ഇത്തരം സീക്രട്ട് ഇൻഫർമേഷൻ തരാനുള്ള ഏജന്റന്മാര് എല്ലാ സ്ഥലത്തുമുണ്ട്. അവനെ കാണാനില്ല എന്നുള്ളത് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. കള്ളം. അങ്ങനെ ഉണ്ടെങ്കിൽ വിമല എന്നെ വിളിച്ച് പറയുമായിരുന്നു. അവക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൾക്ക് എങ്ങനെയെങ്കിലും നിന്നെ കിട്ടിയാ മതി, അത്ര തന്നെ. സ്വന്തം ഏട്ടൻ എവിടെ പോയി ചത്താലും അവൾക്കൊരു പ്രശ്നമില്ല. ഇക്കാര്യം നമ്മൾ അറിഞ്ഞാൽ കല്യാണം മുടങ്ങുമോ എന്ന് പേടിച്ചാണ് ആരും പറയാത്തത്. ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ അത് മുഹൂർത്തത്തിന് മുമ്പ് എത്തിക്കാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ അന്നേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന്. അപ്പൊ നീ കേട്ടില്ലല്ലോ. കള്ളന്മാരുടെ കുടുംബത്തിലെ പെണ്ണിനെയാണല്ലോ വല്യേട്ടാ എന്റെ മോൻ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഇനിയും പരിഹാരം കാണാന്നേ. ഇപ്പോൾ വിചാരിച്ചാലും ഈ ബന്ധം വേണ്ടാന്ന് വെക്കാവുന്നതല്ലേ ഉള്ളൂ. ചെക്കമ്പടിനെ താലി കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. മതി. നിങ്ങളെന്താ കല്യാണം നടത്താനാണോ മുടക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീ അങ്ങനെ പറയരുത്. കല്യാണം മുടക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഇവിടെ വരെ വന്നിരിക്കുന്നത്? എടാ മണ്ട, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? പെണ്ണിന്റെ ഏട്ടനെ കാണാനില്ല. സ്വന്തം രക്തത്തിന് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാൻ പറ്റും? ആരറിഞ്ഞാലും ഇല്ലെങ്കിലും മുഹൂർത്തമാകുമ്പോഴേക്കും വിനയേട്ടങ്ങ് എത്തും, എനിക്ക് ഉറപ്പാണ്. വന്നില്ലെങ്കിൽ ഈ ബന്ധം നീ വേണ്ടാന്ന് വെക്കോ? എന്തു പറയുന്നു? അതിന് ഞാൻ വിനയേട്ടന്റെ കഴുത്തിലല്ല, വിമലയുടെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടുന്നത്. ആര് വന്നാലും പോയാലും താലികെട്ട് നടക്കാൻ വധൂവരന്മാര് മാത്രം മതി. ആ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്താ അതുപോലെ? അത് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വരാം. ഈ കല്യാണം നടക്കും, നടത്തും, അത്ര തന്നെ. എന്തായി പോയിട്ട്? ഒന്നും നടന്നിട്ടില്ല. കംപ്ലൈന്റ് കൊടുത്തു, അത്ര തന്നെ. മാത്യൂസ് കാര്യമായി തന്നെ അന്വേഷിക്കും. ഹരിയേട്ടന്റെ അമ്മയ്ക്കും അമ്മാവനും എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സത്യാവസ്ഥ അറിഞ്ഞ അവര് കല്യാണം മുടക്കുന്നുള്ളത് ഉറപ്പാ. ഇതെങ്ങാനും മുടങ്ങിയ വിമലേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല. താലികെട്ടിന് മുമ്പ് വിനയൻ എത്തിയാൽ നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ വേണം ഈ കല്യാണം നടത്താൻ. എന്റെ മോൻ എവിടാന്നറിയാതെ കല്യാണം നടത്തിയ? എന്റെ അമ്മേ, ഒന്ന് സമാധാനപ്പെട്. ഏട്ടൻ എവിടെയാണെങ്കിലും മാത്യു സാറ് കണ്ടുപിടിക്കും. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വാ.
ഹരീന്ദ്രൻ ഇതിന്ന് പിന്മാറില്ല. അവൻ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. വലിയേട്ടൻ എന്തെങ്കിലും ഒരു വഴി കാണാൻ നോക്ക്. വഴികളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ കല്യാണം മുടക്കി തന്നാൽ നീ എനിക്ക് എന്ത് തരും? അതാദ്യം പറ. എന്ത് വേണമെന്ന് ഏട്ടൻ പറ, അത് ഞാൻ തന്നോളാം. ശരി, ഹരീന്ദ്രനെ നീ എനിക്ക് തരൂ. എന്തു പറയുന്നു? നീ വാക്ക് പറ. ഈ കല്യാണം മുടങ്ങിയാൽ ഹരീന്ദ്രനെ കൊണ്ട് എന്റെ ഇളയ മകൾ മാലിനിയെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് സമ്മതമാണ്? ഉറപ്പ് വേണോ എനിക്ക്? അത് പിന്നെ മാലിനി പണ്ടൊരു ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി പേരുദോഷം ഉണ്ടാക്കി തിരിച്ചു വന്ന കുട്ടിയല്ലേ. ഹരീന്ദ്രൻ അതിന് തയ്യാറാവുമെന്ന എന്റെ സംശയം. സംശയം? മുമ്പ് നീ ഇത് തന്നെയാ പറഞ്ഞത്. അവൾക്ക് ചെറിയ പ്രായത്തിൽ ഒരു അബദ്ധം പറ്റിയെന്നുള്ളത് സത്യമാണ്. അവൾക്ക് പിന്നീട് അത് മനസ്സിലാവുകയും ചെയ്തു. നാട്ടുകാർക്ക് ഇതൊന്നും അറിയുന്നില്ല. ദാ നോക്ക്, അല്പം ചില പേരുദോഷം വന്നുവെങ്കിലും ഇട്ടുമൂടാനുള്ള സ്വത്ത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കും. 4 തലമുറയ്ക്ക് ഉണ്ടുറങ്ങാനുള്ള സ്വത്ത്. ഹരീന്ദ്രൻ പിന്നെ ഗൾഫിലൊന്നും പോകണ്ട. നീ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് വേണം മറുപടി പറയാൻ. എന്റെ വല്യേട്ടാ, അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടണ്ടേ? ഇവിടെ ഒരുത്തി നവവധുവായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഒഴിവാക്കിയാലല്ലേ എല്ലാം നടക്കൂ. ആദ്യം അതിനുള്ള ഏർപ്പാടുണ്ടാക്ക്. എന്നിട്ട് മതി ഈ ചെറുക്കനെ നടുക്ക് വെച്ചുള്ള വിലപേശല്. ഇവിടെ ഒരു കിടിലം കോമഡി പറഞ്ഞ് എല്ലാവരും ചിരിച്ചു. നിനക്ക് മാത്രം എന്താടി ഒരു മസിൽ പിടുത്തം? എന്താ ചേച്ചി, ഞാൻ പറഞ്ഞ ജോക്ക് കൊള്ളില്ലായിരുന്നോ? ആ, അതാണ്. ഞാൻ എന്തെങ്കിലും ചളി പറഞ്ഞാൽ തലകുത്തി വീണ് ചിരിക്കുന്നവളാ. ഇന്നാ മോന്തായത്തിലെ ചെറിയ കടന്നല കുത്തിയ പോലെയാ. അത് പിന്നെ ചേച്ചിക്ക് സ്റ്റാൻഡേർഡ് കോമഡി ഒന്നും ദഹിക്കില്ലെന്നേ. തര കോമഡി പറഞ്ഞാലേ ചിരിക്കൂ. അതെ, അവൾക്ക് കോമഡി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. അവക്കിപ്പോ ചിരിക്കാൻ പറ്റില്ല. കുറച്ച് ഗൗരവത്തില. എന്റെ അനിയത്തിയാണെങ്കിലും ഇപ്പൊ എന്റെ ഏട്ടനും അച്ഛനും ഒക്കെ ഇവളല്ലേ. ഞങ്ങളുടെ ഗ്രഹനാഥെന്ന് വേണമെങ്കിൽ പറയാം. അത് ശരി. ആ, അപ്പൊ ഗൃഹനാഥനായ വിനേട്ടനല്ലേ ഈ കല്യാണം നടത്തുന്നത്? ഹേ, വിനേട്ടന് ഇതിൽ ഒരു റോളും ഇല്ലെന്നേ. വെറുതെ ഒരു ചേട്ടൻ, അത്ര തന്നെ. ശരിയാ, വിമലേച്ചിയുടെ ഈ കല്യാണത്തിന് മൊത്തം ചെലവ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വിസ്മയേച്ചിയാണ്, അതും ഒറ്റയ്ക്ക്. എന്റെ അമ്മേ, അതൊരു പക്ക ന്യൂസ് ആണല്ലോ. കടയിന്ന് കപ്പലണ്ടി പോലും എന്റെ പറ്റിൽ വാങ്ങുന്ന ഇവളെങ്ങനെയാ ഒരു കല്യാണം സ്പോൺസർ ചെയ്യുന്നത്? എടി, നീ ഇവളുടെ തള്ളു കേട്ട് ഞെട്ടുമൊന്നും വേണ്ട. നീ ചെല്ല്, നിനക്ക് വരനെ കാണണ്ടേ? ചെല്ല്, മണ്ഡപത്തിൽ ആള് വന്നിട്ടുണ്ട്. ആ ഗ്രീഷ്മയെ കൂടെ വിളിച്ചോ. അവള് മണ്ഡപത്തിൽ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ആണോ? എന്നാ നോക്കാം നമുക്ക്. വടി, പറ്റുമെങ്കിൽ ഒരു സെൽഫി എടുത്ത് കളയാം. വാ. വിസ്മയ, ഇതൊന്ന് ശരിയാക്കി. നോക്കട്ടെ. ആ, മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ തീർന്നില്ലേ? ആ, എല്ലാവരുടെ മനസ്സിലിപ്പോ കല്യാണത്തെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ. വിനേട്ടനെ എല്ലാവരും മനസ്സിൽ നിന്ന് വിട്ടു. മോളെ രോഹിണി, കുറച്ച് സമയം കൂടി നീ ഒന്ന് പിടിച്ചു നിൽക്ക്. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. വിമലയുടെ കല്യാണത്തിന് വിനേട്ടൻ ഒരു റോളും ഇല്ലെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. ശരിയാ, വിസ്മയ തന്നെ എല്ലാം നടത്തുന്നത്. വിനേട്ടന്റെ കയ്യിൽ കാശില്ലാതെ പോയെന്ന് വെച്ച്
ഇതുപോലൊരു ചടങ്ങിൽ ആള് വേണ്ടെന്ന് വെക്കുന്നത് മോശം. വിനയേട്ടൻ ഇലഞ്ഞിക്കൽ വീട്ടിൽ ഇത്രയേ സ്ഥാനമുള്ളെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ആ വീണ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞെന്ന് വെച്ച് ഞങ്ങൾ ആരും വിനയേട്ടനെ ഒരു ഇഞ്ച് പോലും കുറച്ച് കണ്ടിട്ടില്ല. അതെ, വിനയൻ ഇവിടെ ഇല്ലെങ്കിലും വിമലയുടെ വിവാഹം മുഹൂർത്തത്തിന് നടക്കണമെന്നേ ആഗ്രഹിക്കൂ. അത് നടത്തേണ്ടത് ഞങ്ങളെപ്പോലെ തന്നെ അവന്റെ ഉത്തരവാദിത്വം അല്ലേ? ഒപ്പം രോഹിണിയുടെയും. ഹേ, അത് വെറുതെ. ഏട്ടനില്ലാത്ത ഉത്തരവാദിത്തം രോഹിണിക്ക് എങ്ങനെ ഉണ്ടാവുക? അതാണ് രോഹിണി ഇപ്പോഴും ഈ വിവാഹത്തിന് ഇടംതിരിഞ്ഞു നിൽക്കുന്നത്. അതെ, കറക്റ്റാണ്. എനിക്ക് തോന്നുന്നത് കുഞ്ഞേച്ചി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കോംപ്ലക്സ് ആണ് ഏട്ടനെന്നാ. ഞാനില്ലെങ്കിൽ ഇലഞ്ഞിക്കൽ തറവാട്ടിലൊന്നും നടക്കില്ല എന്ന അഹങ്കാരത്തിൽ മാറി നിൽക്കുകയാണ് വിനയേട്ടൻ. വീണേ, നീ ഒന്ന് നാവ് അടക്കൂ. ഓരോരോ കണ്ടുപിടുത്തങ്ങള്. നീ എന്തിനാ കുഞ്ഞോളോട് ദേഷ്യപ്പെടുന്നത്? അവള് പറഞ്ഞ തന്നെയാ ശരി. താനില്ലാതെ ഒന്നും നടക്കരുതെന്നാ വിനയേട്ടന്റെ ആഗ്രഹം. അതാ. മതി, ഇനി വിനയേട്ടനെ പറ്റി രണ്ടാളും ഒന്നും പറയരുത്. കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഞാനും പ്രതികരിച്ചെന്നിരിക്കും. രോഹിണി, എനിക്ക് വിനയേട്ടന്റെ മനസ്സ് മനസ്സിലാവാനോ അടുപ്പുണ്ടാവാനോ തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഈ ജന്മം മുഴുവൻ ആ അടുപ്പ് അനുഭവിച്ചതല്ലേ? എന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ ഇങ്ങനെ തള്ളി പറയാൻ സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ആരും ആരും തള്ളി പറയുന്നൊന്നുമില്ല. തൽക്കാലം എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കെ. ആരെങ്കിലും ഇവിടെ കയറി വന്നത് കേട്ടാ പിന്നെ ഇവിടെ മൊത്തം അതായിരിക്കും സംസാരം. മോളെ രോഹിണി, നീ ആ മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ചു സമയം നിന്റെ മനസ്സിൽ നിന്നെല്ലാം ഒന്ന് മാറ്റിവെച്ചേ. മറ്റാർക്കും ഒന്നും പിടികൊടുക്കാതെ വിമലയെ കതിർമണ്ഡപത്തിലേക്ക് നീ വേണം കൊണ്ടുപോവാൻ. നിന്റെ ഉത്തരവാദിത്വം അത്. ഇല്ല മുത്തശ്ശി, വിനയേട്ടൻ എവിടെയാണെന്ന് അറിയാതെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല മുത്തശ്ശി. എന്നെ വെറുതെ വിട്. പറ്റാത്തവര് വേണ്ട മുത്തശ്ശി. ആര് വന്നില്ലെങ്കിലും ഈ കല്യാണം നടക്കും, അതുറപ്പാ. ഒന്ന് നിർത്തുന്നുണ്ടോ? എല്ലാവരും വിനയേട്ടൻ ഇല്ലാത്തതിന്റെ പേരിൽ തീ ചവിട്ടി അവിടെ നിൽക്കുന്നത്. വിനയേട്ടൻ എവിടെയാണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ. മുഹൂർത്തത്തിന് സമയമായിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പ് ആളെ അവരിങ്ങോട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവരും. ഇക്കാര്യം ആരും ഇനി ഇവിടെ ചർച്ച ചെയ്യണ്ട. വാ. ഇരിക്കെ. വിസ്മയ, വിസ്മയ, ഒന്നേ. എല്ലാവരോടും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വീണ്ടും വീണ്ടും വിനയേട്ടന്റെ ഒരേ കാര്യം തന്നെ പറഞ്ഞ് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ചെക്കൻ വന്നു, മുഹൂർത്തം ആവാറായി. ഇനി കല്യാണമാണ്, അതാരും മറക്കരുത്. നീങ്ങുവാ, പറയാം.
വന്നേ. എടി, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. സാധാരണ പോകാറുള്ള ഒരിടത്തും വിനയായിട്ട് എത്തിയിട്ടില്ല. ദൈവമേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ, പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു പ്രതീക്ഷ ബാക്കിയുള്ളൂ. വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാ, എന്താ? എനിക്കത് പറയാനൊരു... എന്താടാ? എടി, അത് പിന്നെ നിന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ. എന്തായാലും നീ പറ. ഒരു ഓട്ടോക്കാരൻ ഫ്രണ്ട് പറഞ്ഞതാ. എന്താന്ന് വെച്ച പറ നീ. നമ്മുടെ മേപ്പാടത്തെ മഞ്ഞപ്പാലത്തിൽ നിന്ന് ഒരു തകർന്ന ബൈക്കും പാലത്തിന്റെ അടിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ ഒരാളെയും കിട്ടിയിട്ടുണ്ടെന്ന് ഒരു വാർത്തയുണ്ട്. എടി, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ വിനയേട്ടനായിക്കൊള്ളണമെന്നില്ല. ആരോ വെള്ളടിച്ച ആക്സിഡന്റ് ആയതെന്നൊരു പറച്ചിലുണ്ട് പൊതുവില്. നമ്മുടെ വിനയേട്ടൻ മദ്യപിക്കില്ലല്ലോ, പിന്നെന്തിനാ സംശയിക്കുന്നേ? ഇപ്പൊ ഈ നിമിഷം എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം. ഇലഞ്ഞിക്കൽ കുടുംബമുറ്റത്ത് വെച്ച് വിനയചന്ദ്രൻ എന്ന ഞാൻ സത്യം ചെയ്യുന്നു, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഇനി മേലിൽ ഞാൻ ഉപയോഗിക്കില്ല. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒരു ലഹരിയും ഞാൻ ഉപയോഗിക്കില്ല. ഇത് സത്യം. ഇത് സത്യം. നോക്ക്, നീ അത് തലയ്ക്ക് കൊടുക്കല്ലേ. അത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. വിനയേട്ടൻ മുഹൂർത്തത്തിന് മുമ്പ് ഇവിടെ എത്തും തീർച്ചയാ. വിമലേച്ചിയുടെ കല്യാണത്തിന് വിനയേട്ടന് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ മനസ്സ് പറയുന്നത് പോലീസെങ്കിലും വിനയേട്ടൻ ഇവിടെ എത്തിക്കുമെന്നാ. അതേന്ന് നീ വിശ്വസിക്ക്. ദൈവം എന്ന് പറയുന്നത് അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല. ആളെ ഇവിടെ എത്തിക്കും, എനിക്ക് 100% ഉറപ്പാ. ദേ കുഞ്ഞേച്ചി അവിടെ വിളിക്കുന്നു. വധു അനുഗ്രഹമാകുന്ന ചടങ്ങ് തുടങ്ങാനാ. വാ പെട്ടെന്ന്. നീ ധൈര്യമായിട്ട് ചെല്ലുന്നേ, ഞാൻ പുറത്തുണ്ടാവും. വിനയേട്ടനെത്തിയ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരും. വാ ചേച്ചി. ചേച്ചിയെ കാത്തു നിൽക്കുവോ എല്ലാരും. ദൈവമേ, ആ ബൈക്ക് ആക്സിഡന്റ് പറ്റിയത് വിനയേട്ടനെ ആയിരിക്കില്ലേ? മോളെ, മുത്തച്ഛന് കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കേ. ഇതേ അമ്മയ്ക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കേ. വിനയൻ എത്തിയില്ലല്ലോ. പകരം ഏട്ടന് വേണ്ടി രോഹിണിക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കും മോളെ. അതെ മോളെ രോഹിണി, വിനയൻ എത്താത്തതുകൊണ്ട് വിനയന്റെ സ്ഥാനത്ത് നിന്ന് നീ വേണം വിമലയെ ദക്ഷിണ വാങ്ങി അനുഗ്രഹിക്കാൻ. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ വിനയേട്ടൻ ഈ ഭൂമിയിലേ ഇല്ലെന്ന്. വിനയേട്ടന്റെ സ്ഥാനത്ത് നിന്ന് വിമലയെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റില്ല. ശരിയല്ലത്. ഇവിടെ ഇപ്പൊ ശരിയും ശരികേടും ഒന്നും നോക്കണ്ട. ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് മോളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. എന്നെ ഒന്നിനും നിർബന്ധിക്കരുത് മുത്തച്ഛ. ഐ എം സോറി, ഞാനത് ചെയ്യില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ രോഹിണി.
എന്റെ വിമലമോൾ ഒരുപാട് കാത്തിരുന്ന് നടക്കാൻ പോകുന്ന കല്യാണം ഇത്. എല്ലാവരുടെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെയും വേണം അത് പൂർത്തിയാക്കാൻ. രോണി ചേച്ചി പ്ലീസ്. മുഹൂർത്തമായിക്കൊണ്ടിരിക്കുക. വരൻ ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. വിനയേട്ടനെ അന്വേഷിച്ചവരോടൊക്കെ ഇപ്പൊ എത്തുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക ഞങ്ങൾ ഓരോരുത്തരും. വിനയേട്ടനെ കാണാതായ കാര്യം ഇതുവരെ ആർക്കും അറിയില്ല ഇവിടെ. ഇതുപോലെ ഓരോ ആറ്റിറ്റ്യൂഡ് കാണിച്ച് രോണി ചേച്ചി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. രോഹിണി, ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ ഒന്ന് സഹകരിക്ക്. അമ്മേ, അരുത്. ആരാ മോളെ? മാത്യു സാറാ മുത്തശ്ശ. ഹലോ സാറേ, വിനേട്ടനെ കണ്ടു കിട്ടിയോ? ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞു. ആളെപ്പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ല. CCTV-കളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. മേപ്പാടത്തെ മഞ്ഞപ്പാലത്തിൽ വെച്ച് ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട ഒരാൾ സിറ്റി ഹോസ്പിറ്റൽ ICU-ൽ കിടപ്പുണ്ട്. ആള് ക്രിട്ടിക്കൽ സ്റ്റേജിലാ. ഏത് സമയവും മരണം സംഭവിക്കാം. അത് വിനയചന്ദ്രനാണോ എന്ന് സംശയമുണ്ട്.